പ്രിൻസിപ്പാളല്ലേ? അതെ. പ്രിൻസിപ്പാളല്ലേ? അതെ. നിങ്ങളുടെ സ്കൂളത്തെ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അല്ലേ? 4 കുട്ടികളും. വിവരങ്ങൾ, അവരുടെ പേര് വിവരങ്ങൾ കിട്ടിയോ? പേര് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ലോറി മറിഞ്ഞു എന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഇവിടെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് 3 പെൺകുട്ടികളാണെന്ന് പറയുന്നു. ഒരു ആൺകുട്ടിയുണ്ട് എന്നാണ് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ആരെയാണെന്ന് അറിയില്ല. എത്ര മണിക്ക് സ്കൂൾ വിട്ടേ? സ്കൂളിൽ നിന്ന് പരീക്ഷ 3:15 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനുള്ളിലാണ് നടന്നിട്ടുള്ളത്. കരിമ്പ സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെ ചേരുന്നു. നിങ്ങൾ അധ്യാപകരാണ്? അവരുടെ സ്കൂളിലെ അധ്യാപകരല്ല, ഞങ്ങൾ കരിമ സ്കൂളിലെ പ്രിൻസിപ്പൽ, പ്രധാന അധ്യാപകൻ ആണ് നമ്മളോട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ യൂസഫ് പാലക്കൽ നമ്മളോട് ഒപ്പം ചേരുന്നുണ്ട്. കരിമ സ്വദേശിയാണ്. 4 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട് വരുന്നത്. 3 പെൺകുട്ടികളാണെന്ന് പറയുന്നത്. എന്താണ് മറ്റ് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത് ആശുപത്രിയുമായി ബന്ധപ്പെട്ടത്? അതായത് ഈ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുന്ന ഈ ലോറി നിയന്ത്രണം വിട്ട് ഈ റോഡിൻ്റെ അരികിലൂടെ നടന്നു പോകുന്ന 5 കുട്ടികളുണ്ടായിരുന്നു. 5 കുട്ടികളിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു. 4 കുട്ടികളെ ഇടിച്ച് ഇതിലേക്ക് താഴത്തേക്ക് റോഡ് വണ്ടിൻ്റെ അടിയിലായിരുന്നു. രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായിട്ടാണ് ആ 4 കുട്ടികളെ പുറത്തെടുത്തിട്ടുള്ളത്. 3 പേര് തച്ചമ്പാറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, ഒരാളെ വട്ടമ്പലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ 4 ആളുടെയും നില പരിതാപകരമാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട്. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. റോഡ് അരികിലൂടെ നടന്നു പോകുന്ന കുട്ടികളെയാണ്. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന 5 കുട്ടികളാണ്. അതിൽ നിയന്ത്രണം വിട്ട ലോറി ഒന്നിടിക്കുകയായിരുന്നു. വിവരം കരിമ്പ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികളാണ്, പെൺകുട്ടികളാണ്. ഇതിൽ 3 പേരാണ് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടത്. 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടിയാണെന്നാണ് ഇപ്പോൾ ഉള്ളൊരു. ആശുപത്രിയിലേക്ക് ആരെങ്കിലും? ആശുപത്രിയിൽ സ്റ്റാഫുണ്ട്. 2 ഹോസ്പിറ്റലായിട്ടാണ് ഉള്ളത്. ഇവിടെയുള്ള തച്ചമ്പാറ അവരെ വിളിച്ചിരുന്നു. ആരോഗ്യനില കൃത്യമായിട്ട് അറിയില്ല. തച്ചമ്പാറ ഹോസ്പിറ്റലിലെ 3 പേരും പോയി എന്നാണ് അറിഞ്ഞത്. തച്ചമ്പാറ ഹോസ്പിറ്റലിലെ 3 പേരും പോയിട്ടുണ്ട്.